ഇത് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കലക്കിയതാണ്. ഇത് തേങ്ങാപ്പാൽ പൊടിച്ച് കിട്ടുന്നിടത്തുനിന്ന് വാങ്ങിയതാണ്. നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പം രാത്രി തന്നെ ഞാൻ അപ്പത്തിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 2 പേരുടെയും കഴിപ്പ് കഴിഞ്ഞ് ശാന്തമായിട്ട് എനിക്കൊന്ന് കഴിക്കാമെന്ന് കരുതി ഞാൻ വന്നതാണ്. അപ്പം ദേ എൻ്റെ കടല പെറുക്കി എടുത്തുകൊണ്ട് പോവാണ് ഒരാൾ. കണ്ട കഴിപ്പൊക്കെ കഴിച്ചതാണേ. കടല ഭയങ്കര ഇഷ്ടമാണ്. വെള്ളക്കടലയായാലും മറ്റേ കടലയായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ ദേ സർക്കസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് അപ്പമാണ്. ദേ നോക്കി ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നു, തള്ളുമൊന്നുമല്ല കേട്ടോ. അതിപ്പം വലിയ കഴിവൊന്നുമല്ല. തേങ്ങാപ്പാൽ എങ്ങനെയാണോ ഒഴിക്കുന്നത് അങ്ങനെ ഇരിക്കുവേ. പിന്നെ എൻ്റെ എനർജി ഡ്രിങ്ക് കോഫി. ഒന്നും കഴിച്ചില്ലെങ്കിലും എനിക്ക് ചായയോ കാപ്പിയോ നിർബന്ധമാണ്. ചായ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം പുറത്താണ് ഇനി. ചെളിയിൽ കളി, ചെളിവെള്ളത്തിൽ കളി. എന്നിട്ട് പേര് കിണറുണ്ടാക്കിയെന്നേ. എല്ലാവരും കണ്ടല്ലോ, 2 പേരും ചെളിവെള്ളം ഉണ്ടാക്കിയിട്ട് കിണറുണ്ടാക്കി ഇവിടെ ഒരാൾ അല്ലേ. നല്ല കിണറാണല്ലോ അത്. 10 ദിവസം എടുത്തോ ഈ കിണർ? 10 ദിവസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആണോ? എന്തിനാ, കറി വെക്കുവാണോ? പിന്നെ മീനുകൾക്ക് തിന്നാം. മീനുണ്ടോ അതിനകത്ത്? വെള്ളത്തിൽ തോടല്ലേ? ആഹാ, മീനുണ്ടല്ലോ, വലിയൊരു മീൻ. ഇതാണ് മീനെ എടുത്ത്. എന്തിനാ കുഞ്ഞ് മീനെ എടുത്തേ? കുഞ്ഞേ ഇതേ മീനെ എടുത്തോണ്ട് ഓടുന്നു. ദേ ഞണ്ടും ഉണ്ട് വെള്ളത്തിൽ. മീനും ഞണ്ടും. ഹായ്. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് അടിച്ചിട്ട് തരാം. മീൻ റെഡി ആയിട്ട്. കയ്യിലെല്ലാം മണ്ണ് പാറ്റിക്കില്ല, നഖത്തിൻ്റെ ഇടയിൽ മണ്ണ് കയറും. പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ചേച്ചി അത് കളാ. കാണിച്ചതാ, കാണിക്ക്. വാവ്, സൂപ്പർ. എന്താ പറ്റി? കൈ പോയോ?